CCTV വെച്ചത് കൊണ്ട് മാത്രം കിട്ടിയ ഒരു ക്ലിപ്പിംഗാണ്. ഇതെനിക്ക് ഓൺ ടൈം അയച്ചാണെങ്കിൽ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തെടുത്തതാണ്. എൻ്റെ അടുത്ത് ഈ ഓൺ ടൈം കളിയൊന്നും കളിക്കരുത് ദയവ് ചെയ്ത്. ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ മൊത്തം ക്യാമറയും കൊണ്ട് നടക്കുന്നത്. ഞാനൊരു ബിഗ് ബോസാണ്, ചെറിയ ബിഗ് ബോസ്. ഏതായാലും അതിനകത്ത് അയാൾ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ ഞാൻ ഈ വീഡിയോ മറച്ചു വെക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ സിലുവിന് അത് മറച്ചു വെക്കണമെന്നുണ്ടായിരിക്കും, എനിക്കത് മറച്ചു വെക്കാൻ വയ്യ. കാരണം ഇവൻ ഈ അട്രോസിറ്റി അവിടെ കാണിക്കുന്ന സമയത്ത് 5 കുഞ്ഞുങ്ങളിൽ ഒരാൾ മാത്രമേ മിസ്സിങ് ഉള്ളൂ, ബാക്കി 4 പേരും അവിടെയുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അട്രോസിറ്റി, ഗാർഹിക പീഡനമാണ് അവിടെ നടക്കുന്നത്. ആ കുട്ടികൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇരിക്കുന്ന സമയത്ത് അവരെ കൺസേൺ ചെയ്യാതെ അവൻ ചവിട്ടി തെറിപ്പിക്കുകയാണ്. ഇത് ഏതെങ്കിലും ഒരു കുഞ്ഞിന്റെ പുറത്ത് കൊണ്ടെങ്കിലോ, ആ പൊടി കുഞ്ഞ് അവിടെ ഇരിക്കുന്നു അതിന്റെ പുറത്ത് കൊണ്ടെങ്കിലോ. ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്ന നിങ്ങൾ ഇപ്പോൾ ഇത് കേട്ടില്ലേ, എന്താണ് ഓരോരുത്തരും ഓരോ വിധത്തിലാണ് അവളെക്കുറിച്ച് ഓരോന്നിങ്ങനെ പറയുന്നത്. ഒരു ഫാമിലി കുടുംബം തകർക്കാൻ എളുപ്പമാണ്, അത് കൂട്ടിച്ചേർക്കാനാണ് പാട്. ചട്ടിയും കലയാകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും. പക്ഷെ എന്താണ്, ഞാനിപ്പോൾ അവളുടെ ഒരു നാട്ടുകാരി അയൽവാസി എന്ന നിലയ്ക്ക് എനിക്ക് അവരൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴേ നമുക്കുള്ളതെന്ന് പറയാലോ എന്നുള്ള ഒരു ഇതിൽ ഞാൻ വന്നതാട്ടോ, വേറൊന്നുമല്ല. അപ്പോൾ ഒരു കത്തണയിൽ കൂടെ കോരി വിത്തുക എന്ന് കേട്ടിട്ടില്ലേ, അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു നിസ്സാര കാര്യം അത് ഊതിപ്പെരിപ്പിച്ച് വൈറലായി എന്ന് തന്നെ പറയാം. ഇപ്പം ആൾക്കാർക്ക് എന്താ ഏതാ കിട്ടുന്ന പോലത്തെ ഇരിക്കുകയാണ് ആൾക്കാർ. ഒന്ന് കിട്ടി പിന്നെ അത് പറഞ്ഞ് വേറൊരു രീതിക്കാവും. ഏതോ ഒരു സമയത്ത് അവളുടെ വീട്ടിൽ ഇതുണ്ടല്ലോ ക്യാമറ, അതിൽ പതിഞ്ഞ ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. അത് ആ സമയത്ത് അയാൾ ദേഷ്യം വന്നിട്ട് കസാല ചവിട്ടിപ്പൊട്ടിക്കണം, ചുറ്റും കുട്ടികൾ. ഇപ്പം നമ്മളായാലും ഇപ്പം ആരായാലും എനിക്കെന്താ ദേഷ്യം വരില്ലേ, നിങ്ങൾക്ക് എന്താ ദേഷ്യം വരില്ലേ? കുടുംബത്തിൽ ഇങ്ങനെ പല പ്രശ്നം നടക്കുമ്പോൾ നമുക്ക് പെട്ടെന്നായിരിക്കും ദേഷ്യം വരിക. അപ്പം എന്തെങ്കിലും ഒരു കാരണത്തിൽ ദേഷ്യം വന്നപ്പോൾ ഇപ്പോൾ ഞാനും ഒരു ദിവസം ദേഷ്യം വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ ഞാൻ എറിഞ്ഞു പൊട്ടിച്ചു. അതുപോലെ ഓരോരുത്തരും പല വിധത്തിലായിരിക്കും. അപ്പോൾ അയാൾക്ക് ആ ദേഷ്യം വന്നപ്പോൾ അയാൾ ചെയർ ചവിട്ടി പൊളിച്ചിട്ടാണ്. പിന്നെ അവർ എന്തായി, സിലുവിനെ അങ്ങനെ ആക്രമിച്ച് ഒന്നുമില്ല പറയാൻ ബാക്കി. ആൾക്കാർക്ക് എന്താ കിട്ടണ്ടല്ലേ? ഒരു കുടുംബം തകർക്കാൻ എളുപ്പമാണ്. പോരാത്ത ഒന്നാമത്തെ 5 മക്കളാണ്. 5 മക്കൾക്കും അത്യാവശ്യം എല്ലാ ബുദ്ധിയും വിവരമുള്ള മക്കളാണ്. അവർക്കറിയാമല്ലോ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇക്കാൻ്റെ ഭാഗത്താണെങ്കിൽ ഇക്കാൻ്റെ ഭാഗത്താണോ തെറ്റ്, അവളുടെ ഭാഗത്താണോ തെറ്റ് എന്നറിയില്ല. കാരണം അവർക്ക് സാമ്പത്തികമായി കുറച്ച് എന്താ പറയുക നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ ഇക്കതാ പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യാനാണ് എല്ലാവരോടും പറയുന്നത്. ചിലർ പറയും അത് സപ്പോർട്ട് ചെയ്യേണ്ട, അയാളെ വളർത്തിയെടുക്കണ്ട എന്നും പറയുന്നുണ്ട്. പലരും പല വിധത്തിലാണ്. ഇതിൻ്റെ സത്യാവസ്ഥ അള്ളാഹ്ക്ക് അല്ലാണ്ട് വേറെ ആർക്കും അറിയില്ല. അപ്പോൾ എന്താ എല്ലാവരും എന്തിനാണ് ഇപ്പം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ജീവിതത്തിൽ സമൂഹത്തിൽ ഒറ്റ കുടുംബം ഉണ്ടാവില്ല. ഓരോരുത്തർ ഓടിപ്പോണ്, ഡിവേഴ്സ് ചെയ്യണ്. ഇങ്ങനെ കുടുംബത്തിൽ ഇപ്പം ആരും എന്താ പറയുക അടിയും കുത്തും കൊണ്ടിട്ടൊന്നും പിടിച്ചിരിക്കുന്ന ആൾക്കാർ കുറവാണ്. കാരണം അപ്പോൾ എന്താണ്, ഇപ്പോൾ ഓരോരുത്തരും പല രീതിക്കായിരിക്കും അവരുടെ ദേഷ്യം പ്രകടിപ്പിക്കുക. അപ്പോൾ ഇപ്പോൾ ഞാനും എന്താണ് എൻ്റെ റിൻഷിമോള് കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എന്നോ റിയാസ് ഖാനെ ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ മറ്റുള്ളവർ വിചാരിക്കും അവൻ്റെ വീഡിയോ കാണുമ്പോൾ അവർക്ക് നല്ലതാണ്, ഒരു പ്രശ്നങ്ങളില്ല, അല്ലലില്ലാത്ത ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, അപ്പോൾ ഇതുപോലെ നമ്മളും ആയിക്കൂടെ എന്നുള്ളത് തോന്നും. പക്ഷേ അവരുടെ ജീവിതം അവർക്കേ അറിയുള്ളൂ. നമ്മൾ മറ്റുള്ളവരുടെ എന്തിനാണ് നമ്മുടെ വിഷമങ്ങളൊക്കെ അറിയിക്കണമെന്ന് വിചാരിച്ചിട്ട് ചിലർ പറയും, ചിലർ പറയില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാനിതാ റിൻഷിമോള് കുട്ടിയായിരിക്കും, അവൾക്കൊരു 6 മാസം എന്താ പ്രായമുള്ള. അപ്പോൾ ഞാനൊക്കെ ചിലപ്പോൾ റിയാസ് ഖാനെ ഒഴിവാക്കി ഇപ്പോൾ ഞാൻ വേറെ ആയിരിക്കും. അങ്ങനത്തെ ഒരവസ്ഥ വന്നിട്ടുണ്ട്. റിയാസ് ഇട്ടിട്ട് പോയി. ആ സമയം രാത്രിയാണ് പോയത്. എന്നിട്ട് പിറ്റേ ദിവസമാണ് വന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ എന്നിട്ട് എൻ്റെ വീട്ടുകാരും തൊട്ടടുത്ത ആൾക്കാരും ഒക്കെ വന്ന് പിരിക്കാൻ നോക്കി. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറ്റൂല, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് അവർ എന്നെ കുറേ വിളിച്ചു ഒഴിവാക്കാൻ. അപ്പോൾ ഞാൻ വെള്ളം ആലോചിച്ചു, കുട്ടിയുള്ളതല്ലേ, നമ്മൾ പോയി കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ കുട്ടിക്കല്ല അതിൻ്റെ ഒരു നഷ്ടം വരിക എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പോയില്ല. അവിടെ തന്നെ ഇരുന്നു. ഒറ്റക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടി ഒരു ചെറിയ റൂം വാടകയ്ക്ക് എടുത്ത് അന്ന് ഇരിക്കുകയായിരുന്നു. അങ്ങനെ റിയാസ്ക്ക് പോയി. പിന്നെ ആരൊക്കെ റിയാസ് ഖാനത്ത് പറഞ്ഞ് നിന്നെ വിട്ടിട്ട് അവൾ പോയിട്ടില്ലടാ, അവിടെ തന്നെ ഉണ്ട് അങ്ങനെ പറഞ്ഞ് റിയാസ്ക്ക് എന്നെ തേടി എൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. അങ്ങനെ അപ്പം നമ്മൾ ആ സമയത്ത് വേണ്ട ഡിവേഴ്സ് ചെയ്യുക അങ്ങനെ പറഞ്ഞ് വിട്ടിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ പോകും. പിന്നെ നമ്മുടെ ജീവിതം തകർന്നു തന്നെ പറയാം. അപ്പം നമ്മൾ
കുറച്ചൊക്കെ സഹിച്ചും ശ്രമിച്ചൊക്കെ നമ്മൾ കുടുംബത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. അങ്ങനെ പോണവർ കുറച്ച് പേര് ഉണ്ടാവുള്ളൂ. അധികം സഹിച്ചിരിക്കണവരും പിന്നെ പറ്റില്ല എന്ന് കഴിഞ്ഞാൽ ഡിവേഴ്സ് ചെയ്യും. ഇപ്പോൾ നമ്മൾ 5 മക്കളെ വെച്ചിട്ട് ഇപ്പോൾ എന്താണ് സഹിച്ചിരിക്കണമെന്ന് തന്നെ വിചാരിക്കുക. ഇപ്പോൾ കുറേ ആയിട്ട് ആൾക്കാർക്ക് ഒരു വിഷയം ഷാജിൻ്റെ ഒരു വിഷയമായിരുന്നു. അത് ഊതി കത്തിച്ച് പടർന്നപ്പോൾ അത് ഒന്ന് കെട്ടടങ്ങി കിടക്കുകയാണ്. ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ സിലുവിനെയാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി അവളുടെ കുറച്ച് എടുത്തു വിടണം. വീടിലും വാർത്തയിലും പറഞ്ഞ പോലെ സത്യം പറഞ്ഞാൽ ജീവിതം ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഇതിനെ കാണുന്നത്. മറ്റുള്ളവരുടെ കുടുംബത്തിൽ എന്തിനാണ് കയറി ഇടപെടുന്നത്? അവർ അവൻ്റെ പാട്ടിന് എങ്ങനെയോ ജീവിച്ചു പോയിക്കോട്ടെ. ഇപ്പോൾ ഞാനും ഇപ്പോൾ യൂട്യൂബ് ചെയ്യുന്നുണ്ട്. എനിക്ക് എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. എന്നാലും ഞാൻ വേണ്ടത് മാത്രമേ വീഡിയോയിൽ ഇടുന്നുള്ളൂ. നമ്മുടെ പ്രശ്നങ്ങൾ എന്തിനും മൊത്തത്തിൽ അവനെ അറിയിച്ചിട്ട് നമ്മൾ എന്താ പറയുക, നാണം കെടേണ്ട ആവശ്യമില്ലല്ലോ. ഉണക്കമീൻ പോലെയാണ് നമ്മുടെ ജീവിതം. പുറത്തായിക്കഴിഞ്ഞാൽ നാറിക്കൊണ്ടേയിരിക്കും. എന്തിനെ വെറുതെ പല്ലിക്കുത്തി നമ്മൾ നാട്ടിക്കണം അല്ലേ? നമ്മുടെ ചിലവർ പൈസക്ക് വേണ്ടിയിട്ടും ഇതിന് വേണ്ടിയിട്ടും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇതിൽ സത്യാവസ്ഥ നമുക്ക് ആർക്കും അറിയില്ല, അള്ളാഹ്ക്ക് തന്നെ അറിയുള്ളൂ. ഇപ്പം പലരും പറയണം അവർ റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അക്കാകാരം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമൊക്കെ വിചാരിക്കും പാവമാണെന്ന്. ഞാനും അങ്ങനെ തന്നെ കേട്ടാണ് വിചാരിച്ചിട്ടുള്ളത്. ഞാൻ 2-3 വട്ടം നേരിൽ കണ്ടപ്പോഴും ഞാൻ വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നെ അറിയുമെന്ന് എനിക്കറിയില്ല. യൂട്യൂബ് തുടങ്ങിയത് കൊണ്ട് എനിക്ക് ഞങ്ങൾ പരിപാടിക്കൊക്കെ പോയിട്ട് പരിചയമുണ്ട്. അന്ന് തന്നെ എനിക്ക് അക്കാനെ കണ്ടപ്പോൾ പാവമാണോ തോന്നിയിട്ടാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്നോട്, നിങ്ങളൊന്ന് വിളിച്ചു നോക്കുക, എന്തെങ്കിലും ഹെൽപ്പ് കുട്ടികൾക്ക് ഇങ്ങനെ ഉള്ളതല്ലേ, എന്തെങ്കിലും വീടിനൊരു ഹെൽപ്പ് ഇത് കിട്ടും, ഒന്ന് വിളിച്ചു നോക്കുക എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അതുകൊണ്ട് അന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊന്നും ഇല്ല കേട്ടോ. ഇപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമുണ്ട്, ഫേസ്ബുക്കില്ല. ഫോൺ അത്ര ഇതില്ലാത്തതുകൊണ്ട് ഫേസ്ബുക്ക് എടുത്തിട്ടില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവനെ ഇപ്പോഴാട്ടോ തുടങ്ങിയത്. അവനെ വിളിക്കുന്ന സമയത്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവളുടെ യൂട്യൂബിൽ നിന്ന് തന്നെ ഒരു നമ്പർ തപ്പിയെടുത്ത് വിളിച്ചപ്പോൾ ഇക്കയാണ് ഫോൺ എടുത്തത്. അപ്പോൾ ഇക്ക ദേഷ്യത്തിലാണ് പറഞ്ഞത്, ഇല്ല പറ്റില്ല, സിലു ഇവിടെ ഇല്ല, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴി വരൂ, അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യത്തിൽ സംസാരിച്ചിട്ട് കട്ട് ചെയ്തു. പിന്നെ ഞാൻ ഒന്നും കൂടി വിളിച്ചു, ഇക്ക എന്താ ദേഷ്യത്തിൽ. പിന്നെ കുറേ 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടി വിളിച്ചപ്പോൾ അപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞത് കേട്ടോ, ദേഷ്യത്തിൽ തന്നെ പറഞ്ഞത്. ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾ മെസ്സേജ് ഇടി അങ്ങനെ എങ്ങനെ പറഞ്ഞു. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ABCD അറിയില്ലായിരുന്നു അന്നൊന്നും. പിന്നെയാണ് ഇപ്പോഴൊക്കെ റിൻഷിമോൾ എനിക്ക് കറക്റ്റാക്കി തന്നത്. അപ്പോൾ എനിക്ക് അപ്പം തന്നെ മനസ്സിലായി ആൾ ഒത്തിരി ഒരു ചൂടനാണ് എന്നുള്ളത്. പിന്നെ സിലു മലപ്പുറത്തെ ഒരു പെൺകുട്ടിനെ കിറ്റൊക്കെ കൊടുത്ത് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ അവൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ഇതൊക്കെ പറയാം കേട്ടോ, വേറെ ഒന്നുമല്ല, തെറ്റിദ്ധരിക്കണ്ടാരും. അപ്പോൾ എനിക്കൊരു അങ്ങനെ സംഭവിച്ചത് ഞാൻ നിങ്ങളെ അറിയിച്ചതെന്ന് മാത്രം. അപ്പോൾ ഇതിലൂടെ ആരാണ് കുറ്റക്കാരെന്ന് നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഒരു ദിവസം അങ്ങനെയാണ് ഇക്കാൻ്റെ സ്വഭാവം. അത് ഭയങ്കര ദേഷ്യമുണ്ട്, പക്ഷെ കണ്ടാൽ പാവമാണ്. പക്ഷെ ആൾ നല്ല ദേഷ്യക്കാരനും കൂടിയാണ് കേട്ടോ. എനിക്ക് അന്ന് മനസ്സിലായി ആളത്തിരി ദേഷ്യം. അപ്പോഴും സിലു ആണ് കുറച്ചൊക്കെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ സിലുവിൻ്റെ വീടിൻ്റെ താഴെ പോയി കമൻ്റ് ഇട്ടു. എന്ത് പറഞ്ഞിട്ട് ഇട്ടെന്നറിയാം, അടുത്തുള്ള എന്നെ നീ നോക്കിയില്ലല്ലോ, ദൂരത്തുള്ളവർക്കൊക്കെ നീ സഹായിക്കണം, നിൻ്റെ അടുത്ത അയൽവാസിയായിട്ട് നീ എന്നെ ഒന്ന് തിരിഞ്ഞ് നോക്കിയില്ലല്ലോ, എനിക്കൊന്ന് കിറ്റ് തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടു കേട്ടോ. അപ്പോഴാണ് അവൾ ആ മെസ്സേജിന് റിപ്ലൈ, അവൾക്ക് മനസ്സിലായി ഞാനാണ് ഇട്ടിക്കണത് എന്നുള്ളത്. പക്ഷെ ഞാൻ അത്ര കാര്യമൊന്നും ആക്കിയില്ല. അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും അങ്ങനെ വിചാരിച്ചു. അത് ഞാൻ അതോടെ വിട്ടിട്ടാ. പിന്നെ പിറ്റത്തെ കൊല്ലം എനിക്ക് പെരുന്നാളിനാണ് അവൾ വിളിച്ചിട്ട് ഇന്നപോലെ ചെറിയ കിറ്റുണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ച് ആ കിറ്റ് തന്നത്. അപ്പോൾ ഞാൻ അത് ഇതിൽ പറഞ്ഞത് മാത്രം. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, കുടുംബജീവിതമാകുമ്പോൾ തട്ടിമുട്ടിയും ഒക്കെ ഇരിക്കും. നമ്മൾ പറ്റുന്നവർ ക്ഷമിച്ചും പുറത്തും പോയി എന്തിനീ മറ്റുള്ളവർക്ക് നമ്മുടെ ഒരു ഇത് പറയാൻ ഇടവരുത്തുന്നത് അല്ലേ? കുറച്ച് പേരിന് വൈറലായി ഒന്ന് പേര് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല ഒരിക്കലും. അങ്ങനെ ചെയ്യുന്നവർ നിറയെ ഉണ്ട്. അപ്പോൾ കത്തിനായി കൂടെ കോരി വീത്തുകയാണ് ആൾക്കാർ ചെയ്യുന്നത്. എന്തിനാ പാവം ജീവിച്ച് പോയിക്കോട്ടെ, എന്തിനാ വെറുതെ അല്ലേ അവൻ്റെ ഫാമിലിയിൽ പിടിച്ച് കളിക്കാൻ നിൽക്കണത്. ഓരോരുത്തരും ഓരോന്ന് പറയാൻ നിൽക്കുമ്പോഴേ എനിക്ക് അവളുടെ എന്തിനാ പറ്റുക റിയാസ്ക, അവളിപ്പോൾ ആ വീട് ഒക്കെയാണ് തോന്നിയിരിക്കണത്. അവൾ വാടകയ്ക്ക് മണലാഞ്ചേരി പറഞ്ഞ സ്ഥലത്ത് അവിടെ വാടകയ്ക്ക് ഇരിക്കുക തോന്നുന്നു കേട്ടോ. ഇന്നലെ ഇപ്പോൾ റിയാസ്ക അതിൽ കൂടെ ഓട്ടം പോയപ്പോൾ വണ്ടി തടുത്തു, കുട്ടിനെയും കൊണ്ട് അവൾ അവിടെ നിന്ന് വണ്ടി തടുത്തു എന്നൊക്കെ പറഞ്ഞു എന്നെ കൊണ്ട് റിയാസ്ക. പക്ഷെ വണ്ടിയിൽ ആൾക്കാരുള്ളത് കൊണ്ട് കയറ്റാനൊന്നും പറ്റിയില്ല അങ്ങനെ പറഞ്ഞു.
അപ്പോൾ അവിടെ എവിടെയാണെന്ന് തോന്നുന്നു വാടകയ്ക്ക് ഇരിക്കണമെന്ന് തോന്നുന്നു. ഇനി എന്താണെന്നുള്ളത് അറിയില്ല കേട്ടോ. അവൾക്ക് അത്രയും പ്രശ്നം ഇതുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക. എന്നാലും ആൾക്കാർ ജനങ്ങൾ എന്തിനല്ലേ കത്തനെ കൂടെ കോരി വിത്തുന്നത്? അവരായിരിക്കും അവരവൻ്റെ ജീവിതം നോക്കി ഇരുന്നാൽ പോരെ. എന്താ കൂട്ടിച്ചേർക്കാൻ ആരും ഉണ്ടാവില്ല, പിരിപ്പിക്കാൻ 1000 ആൾക്കാരുണ്ടാവും. അവരവൻ്റെ വഴിക്ക് ജീവിച്ച് പോയിക്കോട്ടെ. കുറേ പേരും പൂഴും കിട്ടിയിട്ട് നമ്മൾ മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല അല്ലേ? നമുക്ക് ചീത്തപ്പേര് കിട്ടിയാൽ അതേ ഉണ്ടാവുള്ളൂ. മരിച്ചു കഴിഞ്ഞാലും ആൾക്കാരെന്ത് പറയും? ആ പെണ്ണ് അങ്ങനെ നടന്നതാണ്, ഈ പെണ്ണ് ഇങ്ങനെ നടന്നതാണ് എന്ന് പറയും. എന്തിനാ അതൊക്കെ കേൾക്കാൻ വെക്കണം അല്ലേ? നമ്മൾ വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അത്യാവശ്യം വേണ്ടത് മാത്രം ഇട്ടുകൊണ്ട് വ്ളോഗ് ചെയ്യുക. ഇപ്പോൾ ഈ യൂട്യൂബിൽ എന്താണ് നമുക്കിപ്പോൾ ഇറങ്ങി പറഞ്ഞാൽ നമുക്ക് തോനെ പൈസയൊന്നും കിട്ടില്ല. അത് കുറേ നമ്മൾ പാടുപെടണം. പാടുപെട്ട് ഒരു 8000 ഉറുപ്പ്യ കിട്ടും. അതും 2-3 വർഷം കൂടുമ്പോൾ കിട്ടിയില്ലെങ്കിലില്ല. നമ്മുടെ അതാണ് അവസ്ഥ. നമ്മൾ എന്താ പറയുക, പണി ചെയ്താൽ കൂലി കിട്ടും പറഞ്ഞ പോലെ നമ്മൾ പണി ചെയ്താൽ നമുക്കുള്ള റിസ്ക് അത് കിട്ടും. അത്രേ ഉള്ളൂ. ഇത് എന്തൊക്കെ എനിക്ക് തുറന്നു കഴിഞ്ഞാൽ കേൾക്കാൻ വയ്യ. സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഒരു കുടുംബ ജീവിതം തകർന്നു തന്നെ പറയാം. ലോകം ആരാ അറിയാത്തത്? എല്ലാവരും ആ മക്കളെ ആലോചിച്ചിട്ടെങ്കിലും ഒന്നും ഉണ്ടാണ്ടിരുന്നൂടാ ജനങ്ങൾക്ക്. ആ പഠിക്കണ മക്കൾ 5 മക്കളല്ലേ, അതുള്ള ആലോചിച്ചിട്ടെങ്കിലും. പിന്നെ അവർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലാന്ന് വിചാരിക്കണം. അവർ പിന്നെ യൂട്യൂബും അവൾ പിന്നെ വലിയ വലിയ ന്യൂസിലൊക്കെ ഇതുള്ളത് കൊണ്ട് അവൾക്ക് കുഴപ്പമില്ല തോന്നുന്നു അങ്ങനെ ഇടുന്നതും പറയണതൊന്നും. അല്ലാണ്ട് ഇപ്പം നമ്മളെന്താ പറയുക? എന്തായാലും പാവങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ, എന്തിനാണ് വെറുതെ അല്ലേ? അപ്പം ഞാൻ അവളുടെ ഒരു നാട്ടുകാരിയാണെന്ന് എനിക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് പറയാൻ വന്നതന്നെ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നുമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.